ഹലോ ഹായ്, ഞാൻ ഷബീർ പുള്ളി. ബന്ധങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം? ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം എല്ലാ ആളുകൾക്കും നിരവധി ബന്ധങ്ങളുണ്ട്. പക്ഷേ അത് നിലനിർത്താനാണ് പാട്. മറ്റുള്ളവർക്കിടയിൽ നമുക്കെങ്ങനെ ഹീറോ ആവാം, മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കെങ്ങനെ ഇടം നേടാം, ഇതാണ് ഇന്നത്തെ ചർച്ച. നമ്മളോട് എങ്ങനെ പെരുമാറാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതാണ് ബൈബിൾ വചനം. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി എങ്ങനെയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് ഇടം നേടാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അത് സംസാര രീതിയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതും പ്രശ്നമാണ്, ശബ്ദമില്ലാതെ സംസാരിക്കുന്നതും പ്രശ്നമാണ്. അപ്പോൾ മിതമായ ശബ്ദം വേണം. ഇവിടെ ഉച്ചത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വോയിസ് മോഡുലേഷൻ അനുസരിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടീച്ചിങ് അല്ലെങ്കിൽ സ്പീച്ച്, പ്രസംഗമൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ, വോയിസ് മോഡുലേഷൻ വരുത്തേണ്ടി വരും. അങ്ങനെയുള്ള രീതിയിൽ സാധാരണ ഒരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു മിതമായ രീതിയിലുള്ള ഒരു സംസാരമാണ് ഏറ്റവും നല്ലത്. ആ ഒരു മയത്വം, ആ ഒരു മിതത്വം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ജനിക്കുമെന്നാണ് പറയുന്നത്. വേറൊരു കാര്യം എന്നുള്ളത്, അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരായിട്ട് നാം മാറരുത്. ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളോട് അഭിപ്രായം പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതുതന്നെ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് മറ്റുള്ളവരെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന രീതി തെറ്റാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് സദസ്സുകളിലുണ്ട്, നമുക്ക് ചർച്ചകളിലുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതൊരു പറയാനുള്ള അവസരം മാത്രമാണ്. അത് തന്നെ മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും ശരിയല്ല. ഓക്കെ. മൂന്നാമതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ, കോൺവെർസേഷൻ നടത്തുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ പരമാവധി ആളുകൾ ഇത് ശ്രദ്ധിക്കാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഖത്ത് നോക്കി, പ്രത്യേകിച്ച് കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ഒരു പവർ തൻ്റെ നമ്മൾ കാണിക്കണം. കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ സംസാരിക്കുന്നുണ്ടാവും അബ്നോർമൽ മൈൻഡോട് കൂടിയിട്ട് എവിടേക്കോ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. മറ്റു ചിലരാവട്ടെ ഇയാളെ മാത്രം നോക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നവൻ നോക്കിക്കൊള്ളണം എന്നില്ല. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, കൃത്യമായിട്ട് മുഖാമുഖം നോക്കി, ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുന്നതാണ് ആ സംസാരത്തിൻ്റെ ഭദ്രതയ്ക്ക്, സീരിയസിന് നല്ലത് എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, കാര്യം മാത്രം സംസാരിക്കുക. കാര്യപ്രസക്തമായ ഭാഗങ്ങൾ സംസാരിക്കുക. അത് പ്രസംഗത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും അനാവശ്യമായിട്ട് സമയം കളഞ്ഞുകൊണ്ട് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക, ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെ കൂടുതൽ വിശാലമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ശരിക്കും അബദ്ധങ്ങളാണ്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സംസാരത്തെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അത്രയും നല്ല രീതിയിലേക്ക് അതിനെ ഉയർത്താൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മിതത്വം സംസാരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കാര്യപ്രസക്തമായ ഭാഗങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, സ്വയം പുകഴ്ത്തുന്ന ഒരവസ്ഥ. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് SP അല്ലെങ്കിൽ സ്വയം പൊക്കി എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്നത് തെറ്റല്ല. എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് എൻ്റെ കഴിവുകളെ കണ്ടെത്തി അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇല്ലാത്ത കഴിവുകൾ ഉണ്ടാക്കി പറയുക, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുക, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് വലിയ റിസൾട്ട് ഉണ്ടായതായിട്ട് പുറത്ത് പറഞ്ഞു നടക്കുക, ഇതൊക്കെയാണ് ഒരു പൊങ്ങച്ച രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. സോ ആ ഒരു രീതിയാണ് തെറ്റ്. സ്വയം പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കരുത്. മറ്റുള്ളവരെ നല്ല രീതിയിൽ പുകഴ്ത്തുന്നതും പ്രോത്സാഹനം നൽകുന്നതും ശരിയാണ്, പക്ഷെ സ്വന്തം കാര്യങ്ങൾ മാത്രം ശരിയാക്കി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന രീതി തെറ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളതിലുപരിയായിക്കൊണ്ട് എങ്ങനെ ഒരു നല്ല പെരുമാറ്റക്കാരനായിട്ട് മാറാം, എങ്ങനെ നല്ല ബന്ധങ്ങൾ നിലനിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ബന്ധങ്ങൾ ലഭിക്കും. പക്ഷെ അത് നിലനിർത്തുന്നതിനുള്ള, അവർ നമ്മെക്കുറിച്ച് ഓർക്കുന്നതിനുള്ള, നമുക്ക് അവരുടെ ഇടയിലേക്ക് എപ്പോഴും സ്വതന്ത്രപരമായിട്ട് എത്തിപ്പെടുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. മിതമായ രീതിയിൽ സംസാരിക്കുക, അഭിപ്രായങ്ങൾ മുറിവേൽപ്പിക്കാതിരിക്കുക, അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വാശി പിടിക്കാതിരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക, കാര്യപ്രസക്തമായ കാര്യങ്ങൾ സംസാരിക്കുക, സ്വയം പുകഴ്ത്തിക്കൊണ്ട് മാത്രം
സംസാരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ചിട്ട് മാത്രം പ്രവർത്തനങ്ങളിലേക്ക് പദത്തിലേക്ക് കൊണ്ടുവരിക. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഡൗട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടും മാറ്റങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ തോന്നല്, അത് തോന്നല് മാത്രമാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം, നിങ്ങൾ എന്നെ ബന്ധപ്പെടാൻ കാര്യങ്ങൾ തിരിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്നതാണ്, പ്രശ്നമില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചിന്തിച്ചാൽ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ടിപ്സുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും പ്രാവർത്തികമാക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്കെല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജുകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ബൈ.